യെസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്ഫർ നീക്കങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ദിമിത്രിയോസ് പെട്രറ്റോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 3 സീസണിലെ സ്റ്റാർട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സീസണിൽ അദ്ദേഹം 16 കളികൾ കഴിയുമ്പോൾ 8 ഗോൾ അടിച്ചിരുന്നു. രണ്ടാമത്തെ സീസൺ കഴിയുമ്പോൾ സെയിം ആണ്, 16 കളികളൊക്കെ കഴിയുമ്പോൾ 8 ഗോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം 16 കളി കഴിയുമ്പോൾ 2 ഗോളുകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൂ. എന്തായാലും ഇതൊരു ഫോം ഔട്ടാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം പ്ലേയിങ് ടൈം അദ്ദേഹത്തിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നില്ല. കാരണം മൊളീനയ്ക്ക് അവർ 4 പേരെയും, അതായത് മക്ലാരൻ, ജേസൺ കമിൻസ്, പെട്രറ്റോസ്, അതുപോലെ തന്നെ ഗ്രെഗ് സ്റ്റുവർട്ട്, ഇവർ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് കളിപ്പിക്കാൻ അദ്ദേഹത്തിന് അവർക്ക് പറ്റില്ല. സോ അത് നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം. സോ എന്തായാലും അതുകൊണ്ടൊക്കെ ആയിരിക്കാം പെട്രറ്റോസിന് ഇത്ര ഗോൾ അടിക്കാൻ പറ്റാത്തത്. പിന്നെ അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു സീസണോടെ ക്ലബ്ബ് വിടാനൊക്കെ സാധ്യതയുണ്ട്, ചാൻസ് കിട്ടാത്തതുകൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സമ്മതിച്ചു കഴിഞ്ഞാൽ തൻ്റെ കരിയറിൻ്റെ അവസാനം വരെ തന്നെ ഇവിടെ കളിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യങ്ങളൊക്കെ പെട്രോസ് പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം പോകാൻ ചാൻസ് ഇല്ല. ഇവിടെ നിന്ന് അത്യാവശ്യം പൈസയൊക്കെ കിട്ടും. വെളിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും പൈസ പോലും കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ്. സോ എന്തായാലും പെട്രറ്റോസ് ഇവിടെ തന്നെ തുടരാനുള്ള സാധ്യതകളെ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിന് സ്റ്റാർട്ടിൽ കുറച്ച് പുറകോട്ട് പോയത് നല്ല രീതിയിൽ പുറകോട്ട് പോയിട്ടുണ്ട്. അതിനുള്ള കാരണം പ്ലേയിങ് ടൈം കിട്ടാത്തതായിരിക്കും. ഇന്ന് തന്നെ ഇന്നത്തെ കളിയിൽ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 90 മിനിറ്റ് കഴിഞ്ഞ് ആഡോൺ ടൈം 5 മിനിറ്റ് കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തെ കളിക്കാൻ ഇറങ്ങുന്നത്. പിന്നെ എങ്ങനെ ഗോൾ അടിക്കാനാണ് അല്ലേ? ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കളി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. വളരെ മികച്ചൊരു കളിയായിരുന്നു. ഒരു ഗോളെ പിറന്നുള്ളെങ്കിൽ പോലും അത്യാവശ്യം നല്ല കോമ്പറ്റീറ്റീവായിട്ടൊരു മാച്ചായിരുന്നു. എന്തായാലും ഒരു ഗോളിന് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിജയിച്ച് ഏതാണ്ടൊക്കെ ഷീൽഡ് ഉറപ്പിച്ച ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ ഒരു സന്തോഷം അവർക്ക് ഇന്ന് കാണാമായിരുന്നു. ഷീൽഡ് ഉറപ്പിച്ചു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം, അതുപോലെ തന്നെ ബംഗളൂരിനെ ആ ഷീൽഡ് റേസിൽ നിന്ന് പുറത്താക്കിയൊരു സന്തോഷമൊക്കെ അവരുടെ ആ ഒരു ഇന്നത്തെ സെലിബ്രേഷൻ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇനി അവരുടെ ഫ്രണ്ടിൽ FC ഗോവ മാത്രമേ ഉള്ളൂ. സ്റ്റിൽ ആ ഒരു 7 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതൊരു വലിയൊരു ഡിഫറൻസ് തന്നെയാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇന്ന് ഗോൾ അടിച്ചത് ഡിസ്റ്റൻ ഗോളാസോയാണ്. സൂപ്പർ ഗോളായിരുന്നു. സൂപ്പർ ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഗോൾ എന്നൊക്കെ തന്നെ പറയണം. സോ ലിസ്റ്റൻ കൊളോസോ പോലൊരു താരത്തെ, അല്ലെങ്കിൽ മനുഗ്രസ്തിങ് ലിസ്റ്റൻ കൊളോസോ, അതായത് പകരക്കാർക്ക് നല്ലൊരു പകരക്കാർ അവർക്കുണ്ട്. മോഹൻ ബഗാൻ സൂപ്പർ, അതാണ് അവരുടെ ഒരു വിജയം എന്ന് പറയുന്നത്. നമുക്കില്ലാത്ത അതൊക്കെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സോ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ തന്നെ വലിയൊരു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ആ ഒരു വീഡിയോ ചെയ്ത് ആരും കാണത്തുമില്ല. അതായത് ആരെങ്കിലും കുറിച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ചിലവർക്കൊന്നും പിടിക്കില്ല. ഭയങ്കര ഇതായിട്ടുള്ള ആളുകളാണ്. സോ പിന്നെ ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ട്. നമ്മുടെ കേരള പ്രീമിയർ ലീഗ് ഇന്ന് കിക്ക് ഓഫ് ആകുകയായിരുന്നു. ആദ്യത്തെ കളി എന്ന് പറയുന്നത് ഗോകുലം കേരളയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ളൊരു മാച്ചായിരുന്നു. ഈ ഒരു മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. ഒരു ഗോളിനാണ് വിജയിച്ചത്. എനിക്ക് തോന്നുന്നു അജ്സലിൻ്റെ ഗോളിനാണെന്ന് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നത്. സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനൊരു നല്ല തുടക്കമാണ്. ഗോകുലം കേരള ആദ്യത്തെ മാച്ച് പരാജയപ്പെട്ടു. സോ ഗോകുലം കേരള തിരിച്ചു വരുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇത് കേരള പ്രീമിയർ ലീഗാണ്. കേരളത്തിലുള്ള ക്ലബ്ബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതാണ്. ഇതിനെ നമ്മൾ ആ ഒരു കോമ്പറ്റീഷനിലൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് നല്ല പ്ലേസ് വരട്ടെ, അത് മാത്രമാണുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത് കാണുന്നവർ